ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ആമസോണിനും ഫ്ലിപ്കാർട്ടിനും പർപ്പിളിനെല്ലാം ഞാൻ സെയിൽ ഉണ്ടായ സമയത്ത് കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഹോൾ വീഡിയോ ആണ്. സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കുറച്ച് പ്രൊഡക്ട്സിന്റെ ഷോർട്സിന്റെ രൂപത്തിൽ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അതിന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ്. അപ്പൊ നമുക്ക് കൂടുതൽ വൈകാണ്ട് പെട്ടെന്ന് വീഡിയോ എടുക്കാം. എന്നിട്ട് കാണിക്കാൻ പോകുന്നത് റീഗോളിന്റെ ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് ഡ്രൈ സ്കിന്നിനെ പറ്റിയിട്ടുള്ള ഒരു കിടക്കാച്ച മോയ്സ്ചറൈസർ ആണ്. ഞാൻ ഒരുപാട് ടൈപ്പ് ഓഫ് മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഡോട്ട് ആൻഡ് കിന്റെ യൂസ് ചെയ്തിട്ടുണ്ട്, ഡോക്ടർ ഷെത്തിന്റെ യൂസ് ചെയ്തിട്ടുണ്ട്, ഡെർമാക്കോന്റെ യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ പോൺസിന്റെ യൂസ് ചെയ്തിട്ടുണ്ട്, മാമാത്തിന്റെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നെ എനിക്ക് ഡ്രൈ സ്കിൻ എന്ന് പറയുന്ന സമയത്ത് ഡ്രൈ സ്കിന്നിലെ ആൾക്കാർക്ക് അറിയാം ഒരുപാട് മോയ്സ്ചറൈസേഷൻ വേണം. കുറെ കാലങ്ങളായിട്ട് ഡോട്ട് ആൻഡ് കിന്റെ മോയ്സ്ചറൈസർ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 3 ബോട്ടിലെടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് വേറെ ട്രൈ ചെയ്യാന്ന് വെച്ചിട്ടാണ് റീഗോളിനെ വാങ്ങിയിട്ടുള്ളത്. ഇതിൽ അത്യാവശ്യം നല്ല റേറ്റിംഗ്സ് ഉണ്ടായിരുന്നു. യൂട്യൂബിൽ കുറെ ഞാൻ സെർച്ച് ചെയ്തിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി റിവ്യൂസ് പറഞ്ഞതുപോലെ തന്നെയായിരുന്നു ഇത് അടിപൊളിയായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ഭയങ്കര തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആണ്. കുറച്ച് മതി നമ്മുടെ എൻറ്റയർ ഫേസിൽ ഒരു തുള്ളി കോയിൻ സൈസ് എന്ന് പറയില്ലേ, അത് മാത്രം മതി. മൊത്തത്തിൽ നമുക്ക് മൊത്തത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു ത്രൂ ഔട്ട് ദ ഡേ നമ്മുടെ സ്കിന്ന് ഭയങ്കര മോയ്സ്ചറൈസ് ആയിട്ട് വെക്കാൻ വേണ്ടി പറ്റും. ഫ്രാഗ്രൻസ് ഒന്നും ഇല്ല. പിന്നെ മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഡ്രൈ സ്കിന്നെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന് 250 ബിലോ ആയിട്ടാണ് എനിക്ക് ഓഫർ പ്രൈസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല കിടക്കാച്ച മോയ്സ്ചറൈസർ ആണ്. 100 gram ഓഫ് പ്രൊഡക്റ്റ് ആണ് വരുന്നത്. ഹൈലൂറോണിക് ആസിഡ് ആണ് മെയിൻ ആയിട്ടുള്ള, സെറാമൈഡും ഹൈലൂറോണിക് ആസിഡ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്. ഡ്രൈ സ്കിൻ ആൾക്കാർക്ക് അവരുടെ സ്കിൻ കെയറിൽ സെറാമൈഡ്സും ഹൈലൂറോണിക് ആസിഡും ഇൻകോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് നല്ല രീതിയിൽ സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ട് നിൽക്കും. അങ്ങനെ എനിക്ക് ഇതിനെ കൊണ്ട് തോന്നിയിട്ടില്ല. അപ്പൊ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ഞാൻ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് സ്ട്രീക്സിന്റെ ഒരു ഹെയർ സെറം ആണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞാൻ ഏകദേശം ഇത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഇത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് 2 നേരം യൂസ് ചെയ്യേണ്ടത്. ആക്ച്വലി 2 നേരം യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എന്റെ മുടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള ഒരു ഹെയർ ആണ്. ഞാൻ ലിബോണിന്റെ ഹെയർ സെറാണ് യൂസ് ചെയ്യേണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് അതൊരു ഓക്കെ ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. സ്ട്രീക്സിന്റെ ആയിക്കഴിഞ്ഞാലും കുഴപ്പമില്ല. ഭയങ്കര രീതിയിൽ നമ്മളെ ഹെയറിനെ ഒതുക്കി നിർത്തുന്നൊന്നുമില്ല. ഒരു ഓക്കേഷ് ആയിട്ടുള്ളൊരു ഹെയർ സെറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. ട്രാവൽ സൈസ് ആയിട്ടുള്ളൊരു പാക്കേജാണ് വരുന്നത്. ഏകദേശം എത്ര ml 45 ml ആണ് വരുന്നത്. 45 ml 130 rupees. പക്ഷെ ഞാനിത് വാങ്ങിയ സമയത്ത് 100 രൂപ എങ്ങാനും ഉണ്ടായിട്ടുള്ളൂ. പിന്നെന്താ പറയുന്നത്, 24 മണിക്കൂർ ഷൈൻ തരുന്നില്ല എന്ന് പറയുന്നത്. പക്ഷെ 24 മണിക്കൂർ ഷൈനൊന്നും തരുന്നൊന്നുമില്ല. പിന്നെ ഹെയർ സെറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുളിച്ച് വന്നിട്ട് ഒരു 50% നമ്മുടെ ഹെയർ വെറ്റായിട്ട് ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഹെയർ സെറം അപ്ലൈ ചെയ്യേണ്ടത്. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും അറിയുന്നുണ്ടാവും, എന്നാലും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു 80% മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഒതുക്കി നിർത്താൻ വേണ്ടി. ഇതിൽ മെയിൻ ആയിട്ടുള്ളത് വാൾനട്ട് ആണ്. വാൾനട്ട് നമ്മുടെ ഹെയർ ഭയങ്കര സോഫ്റ്റ് ചെയ്യാനും നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതായത് ഇപ്പോൾ ടീനേജർ ആയിട്ടുള്ള കുട്ടികൾക്കും വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ സെറാണ്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള സൺസ്ക്രീൻ ആണ് ഡോക്ടർ ഷെത്തിന്റെ സൺസ്ക്രീൻ. ആക്ച്വലി 30 gram ഓഫ് പ്രൊഡക്റ്റ് ആണുള്ളത്. ഞാൻ ഇവരെ തന്നെ ഹൽദിയും ഹൈലൂറോണിക് ആസിഡിന്റെയും ഒരു സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് സെറാമൈഡ് ആൻഡ് ഹെവി വൈറ്റമിൻസ് ആണ്. ഇതിന് കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് അതാണ് കുറച്ചും കൂടി ഇഷ്ടം. എന്താണെന്ന് വെച്ചാൽ അറിയില്ല, ഇത് കുറച്ചും കൂടി തിക്കായിട്ടുള്ളൊരു സൺസ്ക്രീൻ ആണ്. അതിന് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഭയങ്കര തിക്കാണ്. പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്, രണ്ടും പ്രൊട്ടക്ഷനൊക്കെ തരുന്നുണ്ട്. പിന്നെ ഈ പ്രൊഡക്റ്റ് എനിക്ക് തോന്നുന്നു 300 ബിലോ ആയിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓഫറിന്റെ സമയത്ത്. അപ്പോൾ ഇവരുടെ പ്രൊഡക്റ്റ് ഇവരുടെ സൈറ്റിൽ തന്നെയാണ് വാങ്ങിക്കല്. പക്ഷെ അന്ന് സെയിൽ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഫ്ലിപ്കാർട്ടിനും ആമസോണിൽ നിന്നും നമ്മൾ സ്കിൻ കെയർ ഐറ്റംസ് വാങ്ങിക്കുമ്പോൾ ആ ബ്രാൻഡിന്റെ തന്നെ സൈറ്റ് ആണെന്നുള്ളത്, ബ്രാൻഡ് സ്റ്റോർ അതാണെന്നുള്ളത് കൺഫേം ചെയ്തിട്ടാണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പല ഡൂപ്പും കാര്യങ്ങളെല്ലാം അവൈലബിൾ. ഏറ്റവും നല്ലത് ഒന്നുകിൽ നയിക്കുന്ന വാങ്ങിക്കുക, അല്ലെങ്കിൽ അവരുടെ സൈറ്റിൽ നിന്ന് വാങ്ങിക്കുക. അങ്ങനെയാണെങ്കിൽ സോഫ്റ്റ് കോപ്പീസ് എന്തായിരിക്കും നമുക്ക് അങ്ങനെ കിട്ടൂല, ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ നമുക്ക് കിട്ടൂല. ഇത് പറയുകയാണെങ്കിൽ ഇത് തിക്കായിട്ടുള്ളൊരു സൺസ്ക്രീൻ ആണ്. ഈ കൺസിസ്റ്റൻസി നോക്കുമ്പോൾ കാണിച്ചുതരാം. കണ്ടോ, ഒട്ടും വൈറ്റ് കാസ്റ്റ് തരാത്ത ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. പുറത്ത് കുറച്ച് സൗണ്ട് കേൾക്കും, ജസ്റ്റ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം. ഞാൻ പുറത്ത് വന്നിരുന്ന വീഡിയോ എടുക്കുന്നത് കുറച്ച് നല്ല ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ ആയിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഇത് കണ്ടോ, അപ്ലൈ ചെയ്ത ഉടനെ തന്നെ സൂപ്പർ ഫാസ്റ്റ് പോയി. അപ്ലൈ ചെയ്ത ഉടനെ തന്നെ അബ്സോർബ് ആയി. ക്രീമി കൺസിസ്റ്റൻസി തന്നെയാണ്, പക്ഷെ ഇതിന്റെ ഒരു ഫിനിഷിങ്ങും അടിപൊളി തന്നെയാണ്. അതിന് വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീനാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ സെറ്റഫിലിന്റെ ഒരു ജെന്റിൽ സ്കിൻ ക്ലെൻസർ. ഡ്രൈ ടു നോർമൽ സെൻസിറ്റീവ് സ്കിന്നിനെ വെച്ചിട്ടുള്ളതാണ്. ഹൈഡ്രേറ്റ്സ് ആസിഡ് ക്ലെൻസേഴ്സ് ടു സൂത്ത് ആൻഡ് ഹെൽപ്സ് റിപ്ലനിഷ് സ്കിൻ മോയ്സ്ചർ. അതായത് ഇപ്പോൾ നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല പറയുന്നത്. പക്ഷെ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അത് 1 സെക്കൻഡ് മാത്രമേ നമ്മൾ ഫേസിൽ ഇടുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ സ്കിന്ന് അങ്ങനെ വലിയ മോയ്സ്ചറൈസ് ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ ഡ്രൈ ഔട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ചില ഫേസ് വാഷസ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നും. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് അങ്ങനെ തോന്നുന്നില്ല. പിന്നെ ഇത് പറയുന്ന പോലെ തന്നെ ഭയങ്കര ജെന്റിൽ ആയിട്ടുള്ള ഒരു ക്ലെൻസർ ആണ്. മുഖത്ത് എണ്ണയെല്ലാം തേച്ചിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അങ്ങനെ പോകുന്നില്ല. ഭയങ്കര ജെന്റിൽ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. 399 അതിന്റെ MRP വരുന്നത്. പക്ഷെ ഓഫറിന്റെ സമയത്ത് എനിക്ക് റേറ്റ് കുറവിലാണ് കിട്ടിയിട്ടുള്ളത്. ഞാനിത് 2 തവണ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. മോർണിംഗ് ആണ് യൂസ് ചെയ്തത്. കാരണം മുഖത്ത് അങ്ങനെ വലിയ അഴുക്കൊന്നും ഉണ്ടാവില്ലല്ലോ, നമ്മൾ ഇട്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ജസ്റ്റ് കഴിക്കളയാനല്ലേ, അതിന് ഇത് തന്നെ ധാരാളമാണ്. അങ്ങനെ ചോക്കുമ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലതാണ്. ഒരുപാട് റേറ്റിംഗ്സ് ഉള്ളതാണ്. എല്ലാവർക്കും അറിയാം സെറ്റിഫിൽ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഭയങ്കര റിവ്യൂസും റേറ്റിംഗ്സ് എല്ലാം ഉള്ളത് തന്നെയാണ്. നല്ല ഡീസെന്റ് ആയിട്ടുള്ള ഒരു സ്കിൻ ക്ലെൻസർ തന്നെയാണ്. പിന്നെ ഓയിലും കാര്യങ്ങളൊന്നും അങ്ങനെ വലിയ കളയുന്നൊന്നുമില്ല. പിന്നെ ഡേർട്ട് ആയി കഴിഞ്ഞാലും വൈകുന്നേരങ്ങളിൽ നമ്മൾ പുറത്ത് പോയിട്ട് വന്നിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് പോരാ. കാരണം
ഫേസിൽ ഇത് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ സ്കിന്നിൽ ഭയങ്കര ഡേർട്ട് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജനറൽ ആയിട്ടുള്ള സ്കിൻ ക്ലൻസർ തന്നെയാണ്. മോർണിംഗിനെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ എവിടെയെങ്കിലും നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തും അത്യാവശ്യ ഘട്ടങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഭയങ്കര നല്ല തന്നെയാണ്. പിന്നെ ഞാൻ അടുത്തതായിട്ട് വാങ്ങിച്ചുള്ളതാണ് ഇത് ത്രിതം എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ക്ലെൻസിങ് പാഡാണ്. പിന്നെ റിയൂസബിൾ മേക്കപ്പ് റിമൂവർ രണ്ടാണ് വാങ്ങിച്ചുള്ളത്. എനിക്ക് തോന്നുന്നു 200 ബിലോ ആയിട്ടാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ക്ലെൻസിങ് പാഡ് തന്നെയാണ്. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്, ഇത് ഭയങ്കര സോഫ്റ്റാണ്. നല്ല രസമുണ്ട്, തിന്നാൻ തോന്നും, നല്ല ഭയങ്കര സോഫ്റ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മേക്കപ്പ് റിമൂവർ അതായത് ക്ലെൻസിങ് പാഡ് ഞാൻ വാങ്ങിക്കുന്നത്. കാരണം ഞാൻ മേക്കപ്പ് അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളല്ല. പിന്നെ എനിക്ക് ഡബിൾ ക്ലെൻസിങ് എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം എനിക്ക് പോർസ് വരുന്നുണ്ട്. അപ്പോൾ പോർസ് ഞാൻ ഡബിൾ ക്ലെൻസിങ് ചെയ്യലുണ്ട്, പക്ഷെ അത്ര സീരിയസ് ആയിട്ട് ഞാൻ ചെയ്യലില്ല. അപ്പോൾ കുറച്ച് ഏജായി വരുന്ന സമയത്ത് നമുക്കിപ്പം നല്ല കാറ്റും കിട്ടുന്നുണ്ട്. കുറച്ച് ഏജായിട്ട് വരുന്ന സമയത്ത് ഈ പോർസ് കുറച്ച് എൻലാർജ് ആവുന്നുണ്ട്. അപ്പോൾ കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഡബിൾ ക്ലെൻസിങ് എന്ന മെത്തേഡിനെ കുറച്ച് സീരിയസ് ആയിട്ട് എടുത്തിട്ടാണ്. ഞാൻ പർപ്പിൾ വാങ്ങിച്ചുള്ള ഒരു ഹൈലൈറ്റർ ആണിത്. ബ്ലൂ ഹെവന്റെ ഹൈലൈറ്റർ തോന്നുന്നത് ബ്ലൂ ഹെവന്റെ ഹൈലൈറ്റർ. ഞാൻ അങ്ങനെ ഒരു മേക്കപ്പ് പേഴ്സൺ അല്ല എന്ന് പറഞ്ഞല്ലോ. ഈ മേക്കപ്പ്സ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, ഓരോന്ന് പറഞ്ഞ് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഹൈലൈറ്ററിൽ ഇട്ടിട്ട് കാണുമ്പോൾ എനിക്കൊരു ഗ്ലോ വേണമെന്നുണ്ട്. കാരണം എൻ്റെ ഒരു ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ്. ഡ്രൈ സ്കിന്നുകാർക്ക് ഫേസിൽ ഗ്ലോ വരുത്തിക്കാൻ കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ്. ഓയിലി സ്കിൻ ആൾക്കാർക്ക് ഓയിൽ ഉണ്ടാകുമ്പോൾ കുറച്ച് തിളങ്ങിക്കും, പക്ഷെ ഡ്രൈ സ്കിൻ ആൾക്കാർക്ക് അങ്ങനെ വരൂല. അപ്പൊ എനിക്കൊരു ഹൈലൈറ്റർ ഇടണമെന്ന ആഗ്രഹത്തോട് കൂടി ഞാൻ വാങ്ങിച്ചില്ല. കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ടെസ്റ്റ് ചെയ്യാം ഇതിൽ വാങ്ങിച്ചിട്ടുള്ളതായിരുന്നില്ല. ഇത് ഭയങ്കര അട്ടർ ഫ്ലോപ്പാണ്. കാരണം എനിക്കിങ്ങനെ ഇഷ്ടമായിട്ടില്ല. ഇത് ഭയങ്കര ചങ്കി ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. ചങ്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഗ്ലിറ്റർ ഉണ്ട്. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് ഇങ്ങനെ എടുത്ത് നിൽക്കുന്നുണ്ട്. അതായത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹൈലൈറ്റനിങ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് തരുന്നില്ല. ഇത് ഭയങ്കര ഫ്ലോപ്പ് ആയിട്ടുള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടില്ല. എൻ്റെ പൈസ വേസ്റ്റ് ചെയ്തൊരു സാധനം ഞാൻ കാണിച്ചു തരാം. ഒന്നാമത് ഇത് വർക്കിംഗ് അല്ല, കണ്ടോ, നല്ലോണം ഷെയ്ക്കണം. വർക്കിംഗ് അല്ല. ഇതിൽ പ്രൊഡക്റ്റ് ഉണ്ട്, ഇതാ ഇത്രത്തോളം പ്രൊഡക്റ്റ് ഉണ്ട്. പക്ഷെ വർക്കിംഗ് പോലും അല്ല. ഇതുണ്ടോ, നോക്ക്, ഇതിന്റെ അവസ്ഥ നോക്ക്. ഇത് ബ്ലെൻഡ് ആവണമെങ്കിൽ തന്നെ ടൈം എടുക്കും. ബ്ലെൻഡ് ആയിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ വൻ കോമഡിയാണ്. അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നേരിട്ട് കാണുന്ന സമയത്ത് ഇത് ഫുൾ ഗ്ലിറ്റർ പാർട്ടിക്കിളാണ്. മണമെല്ലാം കുഴപ്പമില്ല, ഫെയർ ആൻഡ് ലവ്ലിന്റെ മണം പോലെ. എനിക്കങ്ങനെ ഇഷ്ടമായിട്ടില്ല, ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഇത് ആരെയും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ചു. എപ്പോഴെങ്കിലും യൂസ്ഫുൾ ആയാലും, കാരണം ഡേറ്റ് ഉണ്ട്. എപ്പോഴെങ്കിലും ഞാൻ ഫൗണ്ടേഷൻ അങ്ങനെ എന്തെങ്കിലും വാങ്ങി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാമെന്നുള്ള ഒരു പർപ്പസോട് കൂടി ഞാൻ വെച്ചു. പിന്നെ ഞാൻ വാങ്ങിച്ച 2 ഷർട്ടാണ്. ഇതാണ് വരുന്നത്. കുറച്ച് ഓവർ സൈസ്ഡ് ആയിട്ടൊരു ഷർട്ടാണ്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഇത് വേറെ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഞാൻ ഇതിൽ പറഞ്ഞു പോവാം. ഇത് കോട്ടൺ ആയിട്ടുള്ളതൊന്നുമല്ല, പോളിസ്റ്റർ മെറ്റീരിയൽ ആണ്. ഓവർ സൈസ്ഡ് ആണ്. ഇതിന്റെ ക്വാളിറ്റി വെച്ച് നോക്കുന്ന സമയത്ത് നല്ല തന്നെയാണ്. എനിക്ക് ഏകദേശം 400 റേഞ്ചിലാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് സെയിലിന്റെ സമയത്ത്. 400 ബിലോ ആയിട്ട്. ആക്ച്വൽ പ്രൈസ് വന്ന് 500 അങ്ങനെ സംതിങ് ഉണ്ട്. ഞാനിപ്പോൾ സൈസ് എടുത്തിരിക്കുന്നത് ലാർജ് ആണ്. പിന്നെ ഓവർ സൈസ്ഡ് ആയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. കോട്ടൺ മെറ്റീരിയൽ ഒന്നും അല്ല. പിന്നെ ഇതിന്റെ ഒരു കുട്ടി റിവ്യൂ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. ഞാൻ വേറെ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഷോർട്സിന്റെ രൂപത്തിൽ ഞാൻ ഇടാം. അപ്പം കുറച്ചുകൂടി മനസ്സിലാവും. അപ്പൊ ഇതിന്റെ തന്നെ വേറൊരു കളറും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് വരുന്നത്. ഇതിൽ കാണുമ്പോൾ 2 സെയിം കളർ പോലെ തോന്നും, പക്ഷെ സെയിം അല്ല, ഡിഫറെന്റ് കളറാണ്. ഇത് കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ്, ഇത് കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ്. അങ്ങനെ ഇതും സെയിം ലാർജ് എന്ന സൈസ് വരുന്നത്. ഫിഷ് കെയർ എന്നുള്ള ബ്രാൻഡിൽ നിന്നും 2-3 പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ 2 പ്രൊഡക്റ്റ് ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് സെക്കൻഡ് പർച്ചേസ് എന്ന രീതിയിൽ ഞാൻ വാങ്ങിയത്. 50% ഓഫർ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ വാങ്ങിച്ചില്ലായിരുന്നു. ഒന്നാമത്തെ പ്രൊഡക്റ്റ് ആണ് ട്രിപ്പിൾ ബോണ്ട് റിപ്പയർ ആയിട്ടുള്ള ബൂസ്റ്റർ സെറം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാനിത് ഓപ്പൺ ചെയ്തിട്ടില്ല, യൂസ് ചെയ്യാൻ തുടങ്ങണത്രേ. എന്റെ ഫസ്റ്റ് ബോട്ടിലാണ്. ഇത് ഭയങ്കര റിവ്യൂ ഉള്ളത് കണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. മറ്റു ലൈഫ് ആസ് ഗൈൻഡിക എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബറിന്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. ഇത് അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ പിന്നെ റിവ്യൂ തന്നെയാണ്. ആക്ച്വലി ഫിഷ് കെയർ നല്ലൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. 50% ഓഫ് എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഏകദേശം ഇത് 599 MRP വരുന്നുണ്ട്. പക്ഷെ എനിക്കത് 200 സംതിങ് 95 അങ്ങനെ എന്തോ റേഞ്ചിൽ എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഭയങ്കര റിഡക്ഷൻ ആയിരുന്നു. നിങ്ങൾ 599 50% കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഫേസിൽ എപ്പോഴും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് പോർസ് വലുതാവുന്നത് കാരണം ഞാൻ കുറെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ കോക്കനട്ട് ഓയിൽ നമ്മുടെ പോർസിനെ ക്ലോഗ് ചെയ്യല്ലോ. അപ്പോൾ കുറച്ചത് എൻലാർജ് ചെയ്യാനും നമ്മുടെ ഫേസ് ഡാർക്ക് ആക്കാനും കോക്കനട്ട് ഓയിൽ ചില സമയത്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചോദിച്ചു, ഞാനൊന്ന് മാറ്റി നോക്കാവുന്ന രീതിയിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത്
ആൽമണ്ട് ഓയിൽ. ഞാൻ വേറെ ഫേഷ്യൽ ഓയിൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. റോസിപ്പിന്റെ ഓയിലും വേറെ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ എല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് അർബൻ ബൊട്ടാനിക്സിന്റെ സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ്. ആക്ച്വലി ഞാൻ പൊട്ടിച്ചിട്ടില്ല. ഇതും ഫേസിൽ അപ്ലൈ ചെയ്യാൻ രീതിയിൽ വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ ഹെയറിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഒരു എന്താ നല്ല ഹെയർ നല്ല ഭയങ്കര സിൽക്കി സോഫ്റ്റ് ആയിട്ട് നിൽക്കും. ഇങ്ങനെ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷെ ആൽമണ്ട് ഓയിൽ ഞാൻ എന്റെ ഹെയർ പാക്സിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പം മുടി നല്ല തിളങ്ങുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ വിഷ്കറിന്റെ തന്നെ അണ്ടർ ആം റോൾ ഓൺ ആണ് കേട്ടോ. ഭയങ്കര ഹൈറ്റുള്ള പ്രൊഡക്റ്റ് ആണ്. ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. നിവ്യന്റെ റോൾ ഓൺ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഒരു റോൾ ഓൺ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കിന്റെ പേര് മറന്നുപോയി. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതിന് ഭയങ്കര ഹൈപ്പ് ഉണ്ട്. പിഗ്മെന്റേഷൻ കുറക്കുന്നതിന് പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ വലിയ പിഗ്മെന്റേഷൻ ഒന്നുമില്ല. ചെറുതായിട്ട് ലൈറ്റ് ആയിട്ടുള്ള ഒരു പിഗ്മെന്റേഷനേ ഉള്ളൂ. ഒരു ഡസ്കി ആയിട്ടുള്ള ഒരു ഗേളിന് എങ്ങനെ ഉണ്ടാവാൻ കുറച്ച് അടിച്ചിട്ടുള്ള ഒരാളാകുന്ന സമയത്ത് എന്തായാലും ചെറിയൊരു പിഗ്മെന്റേഷൻ ഉണ്ട്. അത് കോമൺ തന്നെയാണ്. അങ്ങനെ അതിൽ നമ്മൾ വെറിയുടെ ആവേണ്ട കാര്യമില്ല. പക്ഷേ ചില സമയത്ത് നമ്മൾ സ്ലീവ്ലെസ്സിൽ ഇടുമ്പോൾ ചിലപ്പോൾ അൺകംഫർട്ടബിൾ ആവാറുണ്ട്. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കാം എന്ന രീതിയിൽ വാങ്ങിച്ചതാണ്. അല്ലാണ്ട് തന്നെ ഞാൻ അണ്ടർ ആം കെയർ റൂട്ടീൻ രീതി ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതിന് എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആണ്. പിന്നെ നമ്മൾ ഓരോ പ്രൊഡക്ട്സ് വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടോ. MRP വരുന്നത് ഇത് 50% ഓഫർ എന്ന രീതിയിൽ ഞാൻ വാങ്ങിച്ചതാണ്. യൂസ് ചെയ്തിട്ടില്ല എന്താണെന്നുള്ള കാര്യം ഞാൻ പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഇതൊന്നും സ്പോൺസർ വീഡിയോ അല്ല കേട്ടോ. ഞാൻ എന്റെ കയ്യിൽ നിന്ന് ക്യാഷ് ഇട്ടിട്ട് ഞാൻ വാങ്ങിച്ചില്ല വീഡിയോസ് ആണ്. നെക്സ്റ്റ് എന്താ വെച്ചാൽ ഇവരുടെ തന്നെ വിഷ്കറിന്റെ തന്നെ സെറാമിഡ് ലിപ് ബാം ആണ്. ആക്ച്വലി ഇതിന്റെ സെക്കൻഡ് പർച്ചേസ് ആണ്. ഫസ്റ്റ് പർച്ചേസ് ഓൾറെഡി ഞാൻ മുന്നേ വാങ്ങിയിട്ടുണ്ട്. അറിഞ്ഞ സമയത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു തവണ മാത്രമേ അതായത് ഇത് എത്ര ഗ്രാം ഓഫ് പ്രൊഡക്റ്റ് വരുന്നത് വെച്ചാൽ 5 ഗ്രാം ഓഫ് പ്രൊഡക്റ്റ് വരുന്നത്. കുട്ടി ട്യൂബ കാണിച്ചത് ഞാൻ പൊട്ടിച്ചതാണ്. ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടി കവർ ഞാൻ കളഞ്ഞിട്ടില്ല. ഹോൾ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ കളയാന്ന് വെച്ചിട്ടാ. ഇത് കുട്ടി ട്യൂബായിരുന്ന. പിന്നെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. എനിക്ക് അപ്ലൈ ചെയ്ത് കാണിക്കാൻ പറ്റില്ല. ലൈറ്റ് ആയിട്ടുള്ളൊരു പിങ്ക് കാണുകയും ചെയ്യില്ല. ലൈറ്റ് ആയിട്ടുള്ളൊരു പിങ്ക് വരുന്നുണ്ട്. അതിന് വലിയ പക്ഷെ മണം അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ചില സ്കിൻ കെയർ ഐറ്റംസിലല്ല, ചില ഇങ്ങനത്തെ ഇപ്പം നമ്മുടെ ഇപ്പം ലിപ് ബാം എനിക്ക് എല്ലാത്തിലും അങ്ങനെ പെർഫ്യൂംസ് ഉള്ളത് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. പക്ഷെ ചിലതിന് എനിക്ക് ഇഷ്ടമാണ്. ഇതെനിക്ക് കുഴപ്പമായിട്ട് തോന്നില്ല. അങ്ങനെ കുത്തുന്ന മണമൊന്നുമല്ല. ഇത്ര ചെറിയ പ്രൊഡക്റ്റ് ആണ് വരുന്നത്. ഇത് പെട്ടെന്ന് തന്നെ തീരും. 5 ഗ്രാം പ്രൊഡക്റ്റേ ഉള്ളൂ. അപ്പം ഇത് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് ഇവിടെ നിന്ന് വാങ്ങിയത്. ഇത് ആമസോണിൽ വാങ്ങിച്ചില്ല കേട്ടോ. ഇത് മാർസിന്റെ ഒരു മസ്കാരയാണ്. എന്തൊരു മണം. റിവ്യൂ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചിട്ടാണ് കേട്ടോ. കൊള്ളാലേ ഈ കണ്ണ് നോക്കുക. എനിക്ക് അത്യാവശ്യം ഐലാഷസ് ഉണ്ട് കേട്ടോ. കണ്ണിലുണ്ട് കുഴപ്പമില്ലാണ്ട്. പക്ഷെ ഇതിപ്പം നോക്കൂ ഇത് കൊള്ളാം. ഞാൻ പിന്നെ മുന്നേ യൂസ് ചെയ്തിട്ടുള്ള ബ്ലൂ ഹെവൻ്റെതും പിന്നെ എൻവൈബേന്റെ ഇതെല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഭയങ്കര ഹൈപ്പ് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. സംഭവം കൊള്ളാം. പിന്നെ നെക്സ്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഡോട്ട് ആൻഡ് കീന്റെ മോയ്സ്ചറൈസർ തന്നെയാണ്. ഡോട്ട് ആൻഡ് കീന്റെ ഫേസ് വാഷ്. മോയ്സ്ചറൈസർ അല്ല, ഫേസ് വാഷ്. മോയ്സ്ചറൈസർ ഓൾറെഡി ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഇത് ഡോട്ട് ആൻഡ് കീന്റെ തന്നെ ജെന്റിൽ ആയിട്ടുള്ള ബാരിയർ റിപ്പയർ പ്ലസ് ഹൈഡ്രേറ്റിംഗ് ജെന്റിൽ ഫേസ് വാഷ് ആണ്. സ്പൈസ് സെറാമിഡ്സ് ജാപ്പനീസ് റൈസ് വാട്ടർ. ഇത് രണ്ടും ഇതിലുള്ളത്. ഹൈലൂറോണിക് ആസിഡ് ഇൻഫ്യൂസ്ഡ് ആണ്. പിന്നെ അതേപോലെ തന്നെ സോപ്പും SLS അതേപോലെ തന്നെ SLES ഫ്രീ ആയിട്ടുള്ളതാണ്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. നോർമൽ ടു ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നിന് പറ്റിയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് ഇത്. ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടില്ല. പീസാണിന്റെ MRP വരുന്നത് 249 എന്നല്ല 200 ബിലോ ആയിട്ടാണ് എനിക്ക് ആമസോണിൽ കിട്ടുന്നത്. ഗാർണിയറിന്റെ മിസലാർ വാട്ടർ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഓയിലിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇങ്ങനത്തെ മിസലാർ വാട്ടേഴ്സ് യൂസ് ചെയ്തതായിരിക്കും ഫേസിന് നല്ലത്. അതായത് ഓയിൽ പോർസിന്റെ റിഡക്ഷൻ എല്ലാം അതായിരിക്കും ഭയങ്കര ഹെൽപ്പ് ചെയ്യാന്നുള്ളൊരു ഇത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ ഇതേപോലെ പൊട്ടിച്ചിട്ടില്ല. പ്രത്യേകിച്ച് മണമൊന്നുമില്ല. സംഭവം എത്ര ml 125 ml വരുന്നുണ്ട് കേട്ടോ. ഇതിലെ പെർഫ്യൂംസ് ആഡ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ്. ഇത് ഈവൻ സെൻസിറ്റീവ് സ്കിന്നിനും എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിന്റെ റിവ്യൂ പോലെ ഞാൻ ഷോർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ലോറിയൽ പാരീസിന്റെ സെറം. അപ്പൊ ഹെയർ സെറം ഇത് കുറെ ആൾക്കാർ നല്ലതും പറയുന്നുണ്ട്, കുറച്ച് ആൾക്കാർ മോശം പറയുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ വെറുതെ പൈസ കളയണമെന്ന് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു എന്നാലും 30 ml ഓഫ് പ്രൊഡക്റ്റ് വാങ്ങിക്കാണ്. 30 ml നോക്കി ഇതിന്റെ സൈസ് നോക്ക്. ഇതിന് ഏകദേശം ഒരു എത്ര വരുന്നത് 299 ആണ് വരുന്നത്. ഇതിനങ്ങനെ എനിക്ക് വലിയൊരു റിഡക്ഷൻ കിട്ടിയിട്ടില്ല കേട്ടോ. എനിക്ക് ഒരു
250 അങ്ങനെ എന്തോ ആണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല മണം, ഏതോ അറിയുന്നൊരു മണം, പക്ഷെ എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. നല്ല മണം. ഹൈയായിട്ടുള്ളൊരു ഹെയർ ആണ്. അപ്പൊ ഞാൻ എന്റെ ഹെയറിന് യൂസ് ചെയ്തിട്ടില്ല എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പിന്നെ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ വിഷ്കേറിന് വാങ്ങിച്ചതാണ് ഇത്. എന്താ വെച്ച് കഴിഞ്ഞാൽ വിഷ്കേറിന്റെ HA+BHA ബോഡി ലോഷൻ ആണ്. ഇത് ഞാൻ പിന്നെ ഇത് 50% സെയിലിന്റെ സമയത്ത് ഞാൻ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ഇതെന്താ വെച്ചാൽ നമ്മുടെ ബംപി ആയിട്ടുള്ള സ്കിൻ ഉണ്ടെങ്കിൽ, തരിതരി ആയിട്ടുള്ള സ്കിൻ ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ സ്കിൻ ഭയങ്കര സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് HA+BHA ഉള്ളതുകൊണ്ട് തന്നെ ചെറിയൊരു എക്സ്ഫോളിയേഷൻ രീതിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇതിലെന്താ 10% HA blend plus 1% സാലിസിലിക് ആസിഡ്, നിയാസിനമൈഡ്, ഗ്രേപ്പ് ഫ്രൂട്ട് ആൻഡ് ബ്ലൂബെറി, ഇതിലാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത്. ബാക്കി കാര്യങ്ങൾ ഇതിന്റെ പുറത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിന് 499 ആണ് പ്രൈസ് വരുന്നത്, പക്ഷെ എനിക്ക് കിട്ടിയത് 299 ആണ്. ഓക്കെ, പിന്നെ ഇത് ഞാൻ പൊടിച്ചിട്ടില്ല കേട്ടോ. അതന്നെ ഇതും ഞാനൊരു യൂട്യൂബർ ഉണ്ട്, മറ്റേ നമ്മുടെ എന്താ ലൈഫ് ഹാസ് ഗായന്തിക എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബറിന്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇതും വാങ്ങിച്ചിട്ടുള്ളത്. ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണുള്ളത് ഞാൻ പിന്നെ മെൻഷൻ ചെയ്യാം. ഞാൻ പ്രൊഡക്റ്റ് ആണ് വിഷ്കെയറിന്റെ തന്നെ എന്താ സൺസ്ക്രീൻ ബോഡി ലോഷൻ ആണ്. നിയാസിനമൈഡ്, സെറാമിഡ്, ക്യാരറ്റ് സീഡ് ആൻഡ് റാസ്ബെറി, ഇതാണ് ഇതിൽ വരുന്നത്. SPF 50 PA++ ഉണ്ട്, PA+++ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പം എല്ലാ സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള സൺ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി ഇത് എന്റെ സെക്കൻഡ് ബോട്ടിലാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനം തന്നെയാണ്. ടാൻ ഭയങ്കര രീതിയിൽ കുറച്ച് വെച്ചാൽ അങ്ങനെ ഒരു മാറ്റം എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് പൊതുവെ ടാൻ കുറവാണ്. ഞാൻ 2 വീലർ യൂസ് ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ എന്നാൽ പോലും ഞാൻ പ്രോപ്പർ ആയിട്ടുള്ള കെയർ ചെയ്യുന്നത് കൊണ്ട്, അതേപോലെ തന്നെ ഞാൻ ഹാൻഡ് ഗ്ലൗസ് എല്ലാം ഇട്ടിട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ കയ്യിൽ അങ്ങനെ ടാനില്ല. എന്റെ കാലിലാണ് കൂടുതൽ ടാൻ ഉള്ളത്. അതിനിപ്പോൾ ഞാൻ എന്താ ഫുൾ കവർ ചെയ്തിരിക്കുന്നത് ഷൂ ഇട്ടിട്ട് ഞാനിപ്പോൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ബോഡി ലോഷൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. ടാൻ റിമൂവ് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാണ്ട്. അപ്പോൾ ആദ്യത്തെ ബോട്ടിൽ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ സെക്കൻഡ് ബോട്ടിൽ വാങ്ങിച്ചത്. അത്യാവശ്യം നല്ലൊരു SPF ഉള്ളൊരു സാധനം, അത്യാവശ്യം നല്ല രീതിയിലൊരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നത് തന്നെയാണ്. ഞാൻ പുറത്ത് പോകുമ്പോൾ എല്ലാം ഹാൻഡ് ഗ്ലൗസ് ഇടുന്നുണ്ടെങ്കിലും പോലും ഞാൻ ഇത് കുറച്ചെടുത്തിട്ട് ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. കുറച്ച് മാത്രം മതി, ഫുള്ള് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമുള്ള. കാരണം ഞാൻ എപ്പോഴും ഇത്ര സ്ലീവുള്ളൊരു ഡ്രസ്സ് ഇട്ടിട്ട് സ്ലീവുള്ള ഇട്ടിട്ട് ഞാൻ പുറത്തേക്ക് പോകുന്നതാണ്. എനിക്ക് ഇത്ര മാത്രം അപ്ലൈ ചെയ്യേണ്ട കാര്യം ഉള്ളൂ. ഓക്കെ, സോ അപ്പം ഭയങ്കര ചൂട്. പിന്നെ പുറത്ത് നിന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യും, എന്നാലും ഭയങ്കര ചൂട്. ഇത് സെക്കൻഡ് ബോട്ടിലാണ്. ഡിജിറ്റൽ റിവ്യൂ ഞാൻ പിന്നീട്. പിന്നെ ഞാൻ വാങ്ങിച്ചതാണ് ഈ പാൻസ്. ഇത് ട്രൗസേഴ്സ് ആണ്, ഓഫീസ് വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രൗസേഴ്സ് ആണ്. ഇത് ആക്ച്വലി ഞാൻ ഇതിന്റെ 4 എണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ കാര്യങ്ങളെല്ലാം ഞാൻ പറയും. ഞാൻ വേറെ ഇതിച്ച് എങ്ങനെയാണെന്നുള്ളതും ഞാൻ അതിൽ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. 4 എണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട്. 2 എണ്ണം ഞാൻ ഓൾട്രേഷന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അതിന് ലെങ്ത് കുറച്ച് കൂടുതലാണ്, അത് കുറയ്ക്കാൻ വേണ്ടി ഞാൻ കൊടുത്തതാണ്. ഇത് കോട്ടി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ് കേട്ടോ. സൂപ്പർ സാധനം, സൂപ്പർ സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു അടിപൊളി ലുക്ക് വരുന്നുണ്ട് നമുക്ക്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ. അപ്പൊ ഈ കാണുന്ന പ്രൊഡക്ട്സിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ ജസ്റ്റ് പിൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടാൽ മതി. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ആരും വീഡിയോസ് കാണുന്ന സമയത്ത് ലൈക്ക് ഒന്നും തരുന്നില്ല, കുറച്ച് ലൈക്ക് തരണം പ്ലീസ്. എന്നാലാണ് എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായോ, ഇതിൽ മാറ്റണോ, അങ്ങനെ എനിക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.